Hi guys, welcome back to our channel. I am sruthykarthikeyan. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഓണം മേക്കപ്പ് ലുക്കാണ്. കണ്ടിട്ട് വന്നല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നിവിയയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. കൈയോട്ട് ഇങ്ങനെ ജസ്റ്റ് അമർത്തി കൊടുക്കുക. മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാനൊരു ടോണർ യൂസ് ചെയ്യാണ്. മുഖത്ത് മൊത്തം ഇത് വെച്ച് സ്പ്രേ ചെയ്യാൻ പോവാണ്. ശേഷ ബ്യൂട്ടിയുടെയാണ് ഈ ടോണർ കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടോണർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷനായിട്ട് ഞാനിവിടെ ടു ഫേസിൻ്റെ ബോൺ ദിസ് വേ എന്നുള്ള ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഷെയ്ഡ് ഹണിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു ബ്യൂട്ടി സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലർ ഇടാം. കൺസീലർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അണ്ടർ ഐ ഭാഗമില്ലേ, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാസിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നാസിൻ്റെ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഒരു ഡിസ്കളറേഷൻ ഉള്ളത് അവിടെയൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് കണ്ണിൻ്റെ താഴെ ഇവിടെയായിട്ടും, പിന്നെ എനിക്ക് ഇവിടെ കണ്ടു, ഇവിടെ ഒരു കുരു വന്നൊരു പാടുണ്ട്, അവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാടുകളുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണേ. ഇവിടെയുണ്ട് അതുപോലെ. ഇതിൻ്റെ ഷെയ്ഡ് വാൾനട്ടാണ്. അപ്പം നമുക്കിത് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കൈയായാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഞാൻ കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കൺസീലർ ഇട്ട ഈ ഭാഗമില്ലേ, അതായത് കണ്ണിൻ്റെ താഴെയും കുറച്ച് ഈ ഭാഗങ്ങളിലൊക്കെ അവിടെ നമുക്ക് ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറ മേഴ്സിയറിൻ്റെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. എന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇടാം. കൺസീലർ ചെയ്ത ആ ഭാഗത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോണ്ടൂർ ചെയ്യാം. കോണ്ടൂർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഭരത് ആൻഡ് ഡോറസിൻ്റെ ഒരു കോണ്ടൂർ ഇതാണ് എടുക്കുന്നത്. അത് ഈ സെയിം ബ്രഷ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം മുഖം. ഇവിടെയും ഈ ഭാഗം അതുപോലെ തന്നെ ചെയ്യും.
താടിയുടെ ഈ ജോ ലൈൻ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഈ സെയിം ഭരത്താൻ ഡോറസ് വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാം. മൂക്കിൻ്റെ ഈ 2 സൈഡും അതുപോലെ തന്നെ ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ അനസ്താസിയയുടെ ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പൂളിയും ഉണ്ട്, അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ചെയ്യാനേക്കാളും മുമ്പ് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടെ നമ്മൾ നേരത്തെ എടുത്ത ആ നാസിൻ്റെ കൺസീലറില്ലേ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ലൈറ്റായിട്ട് ഞാനൊരു ഐ ഷാഡോ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ്. കൈ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിടുന്ന ഐ ഷാഡോ നന്നായിട്ട് പോപ്പപ്പ് ചെയ്ത് കാണും. അതുപോലെ തന്നെ ആ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ എടുത്ത് ആ സെയിം ലൂസ് പൗഡർ ഞാനെടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ എക്സ്ട്രാ സ്പൈസ് എന്നുള്ള ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എൻചാൻറ്റഡ് എന്നൊരു ഷെയ്ഡുണ്ട്. ഈ ഷെയ്ഡ് നമുക്ക് നമ്മളുടെ ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഫുള്ള് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ച് ഓക്കെ. ഓണായതുകൊണ്ട് ഒരുപാട് ഐ മേക്കപ്പിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു ഗോൾഡൻ ഷിമ്മറി ആയിട്ടുള്ള ഒരു കളർ എടുത്തുകൊണ്ട് നമ്മുടെ സെറ്റ് മുണ്ടല്ലേ, അപ്പോൾ ഒരു ഗോൾഡൻ ഷിമ്മറി ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്ത് ഞാൻ ഈ ഐലിഡ് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൈവച്ച് തന്നെയാണ് ചെയ്യുന്നത്, ഒരുപാട് ഓവറായിട്ട് ചെയ്യുന്നില്ല. കാരണം സെറ്റ് സാരിയുടെ കൂടെ കൂടുതൽ ഐ ഷാഡോ അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ നമ്മളുടെ ക്രീസിൽ കൊടുത്ത ആ ഒരു ഷെയ്ഡില്ലേ എൻചാൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സെയിം ഷെയ്ഡ് കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ താഴത്തേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു ഐ ഷാഡോ ആണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഐലൈനർ വെച്ച്, ലാക്മേയുടെ സാധാ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഫേവറേറ്റ് ആണത്. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ഈ കണ്ണുകൂടി ചെയ്താം. ഓക്കെ, അപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. കണ്ണെഴുതിയ വീഡിയോ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു അടിപൊളി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കാണാത്തവർ അത് പോയി കാണാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെ എഴുതാം. അതിന് വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കാജൽ, ഒരു കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് നമുക്ക് താഴെ എഴുതാം. അപ്പോൾ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി കണ്ണിന് താഴെ ഒന്നുകൂടെ ഒരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഐ ഷാഡോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ നല്ല ഭംഗിയാവാൻ വേണ്ടിയിട്ട്. ഈ തവണ നമ്മളുടെ ഈ മേക്കപ്പ് ലുക്കിൽ കണ്ണാണ് നമ്മൾ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് കണ്ണെഴുതിയിട്ടുള്ളത്. കാരണം നമ്മൾ മാസ്ക് വയ്ക്കല്ലേ, അപ്പോൾ നമ്മുടെ മുഖത്ത് ആകെ കാണുന്നത് കണ്ണാണല്ലേ.
അപ്പോൾ കണ്ണ് നല്ല അടിപൊളിയായിട്ട് എഴുതിയാൽ മാസ്ക് വെച്ചാലും നമ്മുടെ ഭംഗി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ കണ്ണ് എഴുതിയാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് കണ്ണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കൺപീല് നമുക്ക് നന്നായിട്ട് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. ഓക്കെ. ഞാനിവിടെ ഇന്ന് ഫോൾസ് ലാഷസ് ഒന്നും വെക്കുന്നില്ല, കാരണം നമ്മൾ പുറത്തൊന്നും പോകണില്ലല്ലോ. അതുകൊണ്ട് ഫോൾസ് ലാഷസ് വെക്കുന്നേ ഇല്ല. അതുകൊണ്ട് നല്ലതായിട്ട് മാക്സിമം നന്നായിട്ട് മസ്കാര ഇടുന്നുണ്ട് കൺപീലിക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ കണ്ണ് എഴുതി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ബ്ലഷ്, ഒരു പീച്ച് ഷെയ്ഡുള്ളൊരു ബ്ലഷ് എടുത്തിട്ട് ഞാൻ ബ്ലഷ് ഇടാൻ പോവാണ് കേട്ടോ. ഞാൻ ബ്ലഷ് അധികം ഇടാറില്ല പൊതുവെ, പക്ഷെ ഇന്നൊരു നല്ലൊരു ലുക്കല്ലേ, അതുകൊണ്ട് ബ്ലഷ് ഇടാമെന്ന് വിചാരിച്ചു. ചിരിച്ചിട്ട് ഇവിടെ ആയിട്ട് ഇടാം. ബ്ലഷ് ഇട്ടു. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഹൈലൈറ്റർ ഇടാം. ഏതെങ്കിലും ഒരു നല്ലൊരു ഹൈലൈറ്റർ എടുക്കുക, ജസ്റ്റ് ഇടുക. ഓക്കെ. ഇനി നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം. ഓക്കെ. അപ്പോൾ ഇനി ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് കൂടിയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലാക്മേയുടെ വൈൻ ആൻഡ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ലിക്വിഡ് മാറ്റാണ്. നമുക്കിതിടാം. ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. അപ്പോൾ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് മൊത്തം ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, കാരണം മേക്കപ്പ് ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇതൊരു കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുകൂടി വേണമല്ലോ ഈ ഒരു ലുക്ക്. അതുകൊണ്ട് ഞാൻ ഒരു സ്മാഷ് ബോക്സിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മുഖത്ത് കണ്ണ് ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാം സൂപ്പറായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആടെ ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല തനി നാടൻ മലയാളി മങ്കിയായിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഓണം ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ വർഷം ഭയങ്കര ആർഭാടമായിട്ട് ഓണം ഇല്ലെങ്കിലും ഞാൻ ഇത്തിരി ഒന്നും ആർഭാടമായിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു രസം അല്ലേ. വീട്ടിലാണെങ്കിലും നിങ്ങളെ കാണിക്കാനായിട്ട് നല്ല സുഖമുണ്ട് ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ, പുറത്തൊന്നും പോയില്ലെങ്കിലും. പിന്നെ മാസ്ക് മുഖ്യം ബിഗിലെ. അപ്പോൾ മാസ്ക് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമ്മൾ നേരത്തെ നമ്മളുടെ ക്രീസിൽ കൊടുത്ത ആ ഒരു